സുലൈമാനെയൊക്കെ തടച്ചു. രാത്രി 11:30 ഞങ്ങള് നമ്മുടെ ജബൽ ജെയ്സിൽ ഇപ്പൊ ഭയങ്കര വൈബാന്ന് പറയുന്നത്. അപ്പോൾ ജബൽ ജെയ്സിലേക്ക് പോകണം ഇപ്പോൾ രാത്രി 11:30 ആയിക്കണം ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി തീർക്കാം. ഏതായാലും വണ്ടിയൊക്കെ വേറെ ആളുകൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകണം. അപ്പോൾ പിന്നെ അതൊക്കെ കൂടി ഉണ്ട് കഴിഞ്ഞിട്ട് വണ്ടി ഹാൻഡ് ഓവർ ചെയ്യാം. ആ ഒരു കാര്യം കൂടി തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സംഭവം രാത്രി 11:30 പോയി രാവിലെ സൺറൈസ് കാണാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളൊരു സുഹൃത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് ഉറപ്പിച്ചിട്ടില്ല. എന്തായാലും ഞങ്ങളായിട്ട് നീങ്ങുകയാണ്. അപ്പോൾ നമുക്കുള്ള വേണ്ട ടെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ട് എന്നുള്ള അറിയില്ല. നല്ല തിരക്കാന്നാണ് കേട്ടിട്ടുള്ളത് അവിടെയൊക്കെ. എന്തായാലും പോയി നോക്കാം. സൺറൈസ് കാണാൻ പറ്റിയെങ്കിൽ പൊളിക്കാം നമുക്ക്. ഓക്കെ. ചെറിയൊരു സ്റ്റവും കൂടി സെറ്റാക്കാണ്ട് അത് പോണ വഴിക്ക് വാങ്ങിച്ചിട്ട് പോകാം. പന്ത്രണ്ട് മണിയായി. പെട്രോളൊക്കെ അടിച്ച് ഇപ്പം അങ്ങനെ പോവാണ്. ഇപ്പോൾ എല്ലാത്തിനെയും കുത്തി പൊന്തിച്ചാണ്. അപ്പോൾ 150 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അത്രയൊന്നുമില്ല. അത് GPS കാണിക്കുന്ന അത്ര കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം റോഡൊക്കെ വെള്ളിയാഴ്ച ആയതുകൊണ്ടൊന്ന് ആളുകളൊക്കെ ഉണ്ടാവും. മിക്കവാറും ആളുകൾ അവിടെ സ്റ്റേ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അറിഞ്ഞ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരൊക്കെ പറഞ്ഞതും പിന്നെ കുറേ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഈ 4-5 ദിവസത്തെ വെക്കേഷൻ ഉണ്ടല്ലോ, നാഷണൽ ഡേൻ്റെ വെക്കേഷനാണ്. ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ്. നാളത്തോടു കൂടിയിട്ട് വെക്കേഷൻ കഴിയാണ്. അതായത് ഹോളിഡേയ്സ് കഴിയാണ്. ഞായറാഴ്ച വീണ്ടും ഓൺ ഡ്യൂട്ടിയാണ് എല്ലാവർക്കും. അപ്പോൾ ഇന്നും നാളെക്കാരും ഉണ്ടാവും. ഇന്ന് അത്യാവശ്യം വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല ആളുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് പോവാം. അവിടെ എത്തിയിട്ടുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. എന്തായാലും കാണാം. അവിടെ പോയിട്ട് നമുക്ക് നല്ല സ്ഥലം കിട്ടണമെങ്കിൽ നല്ല രീതിയിലുള്ള ചെറുതായിട്ട് ടെൻ്റൊക്കെ അടിച്ച് അവിടെ കിടന്ന് രാവിലെ സൺറൈസ് ഒക്കെ കണ്ടിട്ട് വരാം. നമ്മൾ പോണ വഴിക്കൊക്കെ മരുഭൂമിന്റെ സൈഡിലൊക്കെ തന്നെ അല്ലേ കുറേ അല്ലേ ആളുകളെ കാണുന്നത്. കുറേ ആൾക്കാർ ഇതാ ഇവിടെ ഇതാ കാണുന്നത്. ഫാമിലീസും ഒക്കെ ഉണ്ട്. മരുഭൂമിയിൽ രാത്രി വന്നിട്ട് ടെൻ്റൊക്കെ അടിച്ചിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് അല്ലേ. കുറേ വട്ടളച്ചിരുന്നിട്ടൊക്കെ പരിപാടികൾ. തണുപ്പല്ല, നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ ഫുൾ സെറ്റിങ്ങിൽ വന്ന് രാവിലെ തോന്നുന്നു ഇവിടെ നിന്ന് സൺറൈസ് ഒന്നും കാണല്ലോ. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പോകുമായിരിക്കും ചിലപ്പോൾ. അതല്ല നമ്മളെ ജബൽ ജെയ്സ് അല്ല നമ്മുടെ നമുക്ക് അവിടെ പോകാം. ദ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ദ UAE അതാണ് ജബൽ ജെയ്സ്. ജബൽ ജെയ്സിൽ ഒരുപാട് അഡ്വഞ്ചർ സ്പോട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതായത് വേൾഡ്സ് ലാർജസ്റ്റ് സിപ്പ് ലൈൻ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈക്കിങ് ഉണ്ട് അവിടെ.
അതിൻ്റെ ജബൽ ജെയ്സിൻ്റെ വിസിറ്റ് JabalJays.com എന്ന് പറയുന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. നമുക്കവിടെ ഇതേപോലെ ഫാമിലീസും മറ്റുള്ളവരൊക്കെ പോയി സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിന് സ്റ്റേ ചെയ്യാൻ വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ടോയ്ലറ്റ്സ് ഉണ്ട്, മറ്റുള്ള ചെറിയ രീതിയിൽ ഫുഡ് ഐറ്റംസ് കിട്ടുന്നതൊക്കെ ഉണ്ട്. നമ്മൾ ഏകദേശം ഇവിടെ എത്തി, ഒരുപാട് പേരുണ്ട് ഓൾറെഡി. അങ്ങനെ ഇവിടെ എത്തി 2 മണി 2:15. അപ്പോൾ സംഭവം നല്ല റഷാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു ടെൻ്റൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് സൈഡായി ബാക്കിൽ നല്ല വ്യൂ ഒക്കെയാണ് കാണുന്നത്. സൺറൈസ് കാണാൻ പറ്റുന്ന വിചാരിക്കും. എനിക്ക് തോന്നുന്നു കുറേ കൂടി നന്നായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലം ഉണ്ടായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും ഇവിടെ സംഭവം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്യാൻ പോവാം. ജബൽ ജെയ്സിൽ ഏകദേശം ഒരു 4-5 വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ ലാസ്റ്റ് എൻഡിൽ ഉള്ള ഒരു വ്യൂ പോയിൻറ്റ്സിലാണ് ഞങ്ങളിപ്പോൾ ടെൻറ്റ് ചെയ്യുന്നത്. 2:30-3 മണി ആവാനായി. ഞങ്ങൾ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞ് വന്ന് ടെൻറ്റ് സെറ്റ് ചെയ്ത് കിടക്കുന്ന സമയത്ത് തൊട്ടടുത്തൊക്കെ മറ്റ് അറബ്സ് ആയിട്ടുള്ള, അതായത് GCC കൺട്രീസിൽ പെട്ടവരും അതുപോലെ തന്നെ മലയാളീസ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അവിടെ സൊറൊക്കെ പറഞ്ഞ് തീയൊക്കെ കാഞ്ഞിരിക്കുന്നുണ്ട്. ഉറക്കമെന്ന് പറയുന്നൊന്നും വല്ലാണ്ട് നടക്കൊന്നുമില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് രാവിലെ സൺറൈസിന് 6:45 സൺറൈസ് എന്ന് പറയും. പക്ഷേ 6-6:15 തന്നെ ഉണർന്നു. അങ്ങനെ ജബൽ ജെയ്സ് പർവ്വത നിരയിൽ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ പ്രകാശം പരക്കണത് നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പ്രകാശം ഇങ്ങനെ വരുന്നത്, സൂര്യൻ ഇങ്ങനെ വരുന്നത് കാണാം. സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സൂര്യനെ എങ്ങനെയാണ് പൊന്തിയേണ്ടത് സത്യം പറഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാനൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ടെൻറ്റിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്ന് രാവിലെ സൂര്യനെ പൊന്തിയേണ്ട കാണുന്ന പ്രത്യേകിച്ച് പൊന്തിയേണ്ടൊന്നും കാണില്ല. എന്തായാലും നോക്കാം, നമുക്ക് കുറച്ചേരം കൂടി നോക്കിയിരിക്കാം. ഗ്യാസ് സ്റ്റോവ് വെച്ച് നമുക്കൊരു പുതിയ ചായ ഒക്കെ ഉള്ള പരിപാടി വേസ്റ്റ് കവറിലിട്ടാണ്. ഇതിൽ കുറച്ചും കൂടി ചായ വെച്ചോളാം. ഇത് കുറച്ചും കൂടി ചായ. ബിസ്ക്കറ്റ് ഇട്ടാ
തന്നെ എത്തിയിട്ടാ. സൺറൈസ് ആയിരുന്നു പ്രധാന നമ്മുടെ ഉദ്ദേശം. രാത്രി 2 മണിക്ക് എത്തി കിടന്നു. രാവിലെ 6:45 ആയിരുന്നു സൺറൈസ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇവിടുന്ന് ആ ഇതുണ്ടായതുകൊണ്ട് അതിൻ്റെ ബാക്കിൽ ചെയ്തിട്ട് ഇപ്പോഴാണ് ഒരു ഏകദേശം എത്ര മണി ഇപ്പോൾ 7:30 ആയിട്ടാണ് അത് സാധനം പൊന്തി വന്നത്. അപ്പോൾ നമ്മളത് പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ആരെങ്കിലും സാമ്പാർ വേൾഡ് കാണാത്ത അങ്ങനെ ഒരു വൃത്തിയിൽ പറയണ മോളെ പറയണതിന് അപ്പൊ പറയും സാമ്പാർ വേൾഡ് മതി നിങ്ങൾ പറയണ നിർത്തി കളി എപ്പോഴും പറയും. അപ്പോൾ ഓക്കെ, നിങ്ങൾ ആരെങ്കിലും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, ടാറ്റാ ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. തിരിച്ച് ജബൽ ജേസിൻ്റെ ആ ഒരു ഇറക്കൊക്കെ ഇറങ്ങി വരുന്ന സമയത്താണ് ഒരു കാര്യം മനസ്സിലായത്. ലാസ്റ്റ് എൻഡിലുള്ള വ്യൂ പോയിന്റിൽ പോയിട്ട് നമ്മൾ ടെൻഡ് ചെയ്യരുത്. അവിടെ നമുക്കൊരു ചെറിയൊരു ഒരു പർവ്വതനിര ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു കവറിങ് ആയിട്ടാണ് സൂര്യന് ഉദിച്ചു വരുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അതേസമയം നമുക്ക് ഡയറക്റ്റ് നമ്മൾ പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഫ്രീ ആയിട്ട് ഒഴിഞ്ഞിരിക്കുന്ന ഒരു 3rd or 4th ഈ 2 വ്യൂ പോയിൻറ്റ്സുകളിൽ നമ്മൾ ടെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് സൂര്യന് സൺറൈസൊക്കെ അങ്ങനെ കാണാൻ കഴിയും. അതാണ് വരുന്ന വഴിക്ക് കണ്ട കുറച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. നമ്മൾ രാത്രിയാണ് അങ്ങോട്ട് കയറി പോയത്. ഇറങ്ങി വരുന്നത് ഇപ്പോൾ രാവിലെയാണ്. ഇപ്പോഴാണ് ശരിക്ക് രാവിലത്തെ ഈ ഒരു ജബൽ ജെയ്സ് പർവ്വതനിര അതുപോലെ ഈ ഹജർ മൗണ്ടൻസിൻ്റെ ഒക്കെ കാഴ്ചകളൊക്കെ ശരിക്കും കാണാം. അതുപോലെ നമുക്ക് നേരെ നമ്മൾ യാത്ര സൂര്യൻ ഇങ്ങനെ ഉദിച്ചിങ്ങനെ നിൽക്കുന്ന ശരിക്ക് ഭയങ്കരമായിട്ട് വെളിച്ചത്തോടു കൂടി നിൽക്കുന്നത് കാണാനൊക്കെ കഴിയും. അതും ഇങ്ങനെ ഇറങ്ങി. പക്ഷെ നമ്മൾ തുടക്കത്തിലൊക്കെ കുറച്ച് റോഡുകളൊക്കെ കുറച്ച് പണി നടക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഓക്കെയാണ്. അതുകൊണ്ട് നമുക്ക് വളരെ സേഫായിട്ട് തന്നെ ചെറിയ കുറച്ച് ഭാഗങ്ങളുള്ള റോഡ് പണികളുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും നമുക്ക് 10K പോയി ക്യാമ്പ് ചെയ്ത് വളരെ ആശ്വാസമായിട്ട് നമുക്ക് ആ ഒരു ക്യാമ്പിങ്ങും അതുപോലെ തന്നെ സൺറൈസൊക്കെ കണ്ട് വളരെ സൂപ്പറായിട്ട് നമുക്ക് മടങ്ങി വരാവുന്നതാണ്.